ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ വചനം മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്തിന്? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? ഈ വചനത്തിൻ്റെ സാഹചര്യം, യേശു ശിഷ്യന്മാരുമായി ഗലീലക്കടലിൽ ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റും തിരമാലയിലും പെട്ട് വള്ളം മുങ്ങുമാറായി. ഉറങ്ങുകയായിരുന്ന യേശുവിനെ ശിഷ്യന്മാർ ഉണർത്തി. വാക്യം 38. ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, യേശു ഉണ്ടായിരുന്ന ബോട്ടിലും വെള്ളം കയറി എന്നതാണ്. കൊടുങ്കാറ്റിനെയും തിരമാലയെയും ശിഷ്യന്മാർ ഫേസ് ചെയ്യേണ്ടതായി വന്നു. പ്രിയമുള്ളവരെ, എന്താണ് ഇത് നമ്മെ ഓർപ്പിക്കുന്നത്? ഈ ലോക ജീവിതത്തിൽ നാം പല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും. നമ്മുടെ കൂടെയുള്ളവൻ ആരാണെന്ന് അറിഞ്ഞാൽ നാം ഭയപ്പെടേണ്ടതില്ലെന്ന് യേശു അടുത്ത വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. 40-ാം വാക്യത്തിൽ ഉറക്കമുണർന്ന യേശു ശിഷ്യന്മാരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്തിന്? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്ന് ചോദിച്ചു. ഇന്ന് നാം ചില സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടുമ്പോൾ യേശു ഇതേ ചോദ്യം നമ്മോടും ആവർത്തിക്കുകയാണ്. എന്തിനാണ് നീ ഭയപ്പെടുന്നത്, വ്യാകുലപ്പെടുന്നത്? നീ എന്നിൽ വിശ്വസിക്കുന്നില്ലയോ? നിന്റെ ഭവനമാകുന്ന ബോട്ടിൽ ഞാനുണ്ട്. ഇതിനേക്കാൾ വിശേഷമായ കാര്യം, ദൈവം ഇന്ന് നമ്മുടെ ഭവനത്തിൽ മാത്രമല്ല, നമ്മുടെ ശരീരമാകുന്ന ഭവനത്തെ താൻ വാസസ്ഥലമാക്കിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? കൊലോസ്യർ 1:27 വചനം പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നുവെന്ന്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലായ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് വാസം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കുക, മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യത്തിൽ, ഉറക്കമുണർന്ന യേശു കൊടുങ്കാറ്റിനെയും തിരമാലയും കണ്ട് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിക്കുകയും കടലിനോട് കൽപ്പിക്കുകയും ചെയ്തു, അനങ്ങാതിരിക്കുക, അടങ്ങുക. ഹല്ലേലൂയ. അതേ ദൈവ പൈതലേ, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ചില സാഹചര്യങ്ങളെ നോക്കി നാം പ്രാർത്ഥിക്കുകയല്ല, കൽപ്പിക്കണമെന്ന് ഈ സാഹചര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മലയോട് പൊങ്ങി കടലിൽ എറിയപ്പെടുക എന്നും ഹൃദയത്തിൽ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് അവന് ലഭിക്കും. പ്രൈസ് ഗാഡ്. പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. എൻ്റെ മകൻ +2-ന് പഠിക്കുമ്പോൾ ചർച്ചിൽ മലയുടെ മെസ്സേജ് കേട്ടു. അവൻ തിരിച്ചു വരും വഴി ഒരു കുന്ന് കണ്ടു. എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇത് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു. ഈ ആഴ്ച അവൻ ചർച്ചിൽ പോകുമ്പോൾ ആ കുന്ന് പകുതിയോളം ബുൾഡോസറിനാൽ ഇടിക്കപ്പെട്ടതും ഇടിച്ചുകൊണ്ടിരിക്കുന്നതും കാണുകയുണ്ടായി. ഹല്ലേലൂയ. അന്ന് അവൻ ആ ചർച്ചിൽ അത് സാക്ഷ്യം പറയുകയുണ്ടായി. പ്രൈസ് ഗോഡ്. ഇന്ന് ചിലർ എന്നോട് പറയാറുണ്ട്, മകനെ കാണുമ്പോൾ ആ മലയുടെ സാക്ഷ്യമാണ് ഓർമ്മ വരുന്നതെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ആരെന്നോ നമ്മുടെ പദവി ഒന്നും നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആര് വിശ്വസിക്കുന്നുവോ ആ നാമത്തിൻ്റെ ശക്തിയാലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. പ്രൈസ് ഗാഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മറികടക്കാൻ പറ്റാത്ത തടസ്സങ്ങളെ, പ്രതിസന്ധികളെ, സാഹചര്യങ്ങളെ നേരിടുന്നുവെങ്കിൽ വിശ്വസിച്ച് യേശുവിൻ്റെ നാമത്തെ കൽപ്പിക്കുക, അത് അവിടുന്ന് വഴിമാറിപ്പോകും. ഹല്ലേലൂയ. വിശ്വസിക്കുക, പറയുക, വിശ്വസിക്കുക, കൽപ്പിക്കുക. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, യേശു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000 പേർക്ക് കൊടുത്തപ്പോൾ താൻ കൽപ്പിക്കുകയല്ല ചെയ്തത്.
കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി വാഴ്ത്തി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അത് വർദ്ധിച്ചത് മാത്രമല്ല, 5000 പേർ തിന്ന് തൃപ്തരായി മിച്ചം 12 കുട്ടകളിൽ നിറച്ചെടുത്തു. പ്രൈസ് ഗാഡ്. എന്താണ് ഈ സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? സാഹചര്യങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കൽപ്പിക്കുക, പറയുക. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക, സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കുക, വാഴ്ത്തി അനുഗ്രഹിക്കേണ്ട സമയത്ത് നാം വാഴ്ത്തി അനുഗ്രഹിക്കുക. ആമേൻ. യേശു കൊടുങ്കാറ്റിനെയും തിരമാലയും ശാസിച്ചു. പ്രകൃതി യേശുവിനെ അനുസരിച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ പറയുകയാണ്, പ്രകൃതി, കൊടുങ്കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ? ഹല്ലേലൂയ. ഇതേ ചോദ്യം ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നുണ്ട്. പത്രോസ് അതിന് മറുപടി പറഞ്ഞു, നീ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. ഹല്ലേലൂയ. അതേ ദൈവ പൈതലേ, യേശു ആരെന്ന ചോദ്യത്തിൻ്റെ മറുപടി നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റിമറിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലഗ് യേശുവാകുന്ന പവറിൽ കണക്ട് ചെയ്താൽ ആ മഹത്വം, ആ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കും. ഈ മഹത്വം പ്രവഹിക്കുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾ കീഴടങ്ങും. എന്താണ് ഇരുട്ടിൻ്റെ അവസ്ഥകൾ? ദാരിദ്ര്യം, കടബാധ്യതകൾ, അസമാധാനം, രോഗം, മദ്യപാനം തുടങ്ങിയ എല്ലാം ഇരുട്ടിൻ്റെ അവസ്ഥകളാണ്. ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ യേശു നമ്മിൽ പ്രവേശിക്കുമ്പോൾ, ആ മഹത്വം നമ്മിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലുള്ള ഇരുട്ടിൻ്റെ അവസ്ഥകൾ ഓരോന്നായി വഴിമാറിപ്പോകും. കാരണം വെളിച്ചമായവൻ നമ്മിൽ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നാം ഓരോരുത്തരോടും യേശു ചോദിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? ഭീരുക്കളാകുന്നത് എന്തിന്? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? അതുകൊണ്ട് യേശു എന്ന നാമത്തിൽ വിശ്വസിക്കുക, കൽപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ആ യേശു ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പടകിലുണ്ട്. അവൻ നമ്മുടെ പടകിനെ നിയന്ത്രിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, കൽപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആയിരിക്കുന്നു എങ്കിൽ, ഇവരെ ബുദ്ധിമുട്ടിച്ച് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെയും നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കരമെടുക്കാൻ കൽപ്പിക്കുന്നു. ഏത് സാഹചര്യങ്ങളുമായിക്കൊള്ളട്ടെ, കടബാധിതയോ ദാരിദ്ര്യമോ മദ്യപാനമോ രോഗമോ ഏത് സാഹചര്യങ്ങളും ഇരുട്ടിൻ്റെ ശക്തികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴിമാറിപ്പോകുവാൻ കൽപ്പിക്കുകയാണ്. യേശു എന്ന നാമത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ സംഭവിച്ചിരിക്കയാൽ സ്തോത്രം. യേശുവാകുന്ന പ്രകാശം ജീവിതത്തിൻ്റെ എല്ലാ ഇരുട്ടിൻ്റെ അവസ്ഥകളെയും തുടച്ചു നീക്കുന്നതിനായി സ്തോത്രം. ലോകം തരുന്നതല്ല, അങ്ങയുടെ സന്തോഷത്താലും സമാധാനത്താലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളും നിറയപ്പെടട്ടെ അപ്പ. എല്ലാ മഹത്വവും യേശുവിന്, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമായിരിക്കുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായാൽ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഷെയർ ചെയ്യുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.